ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ള പഴയ ഹെലികോപ്റ്റേഴ്സിനെ ആളില്ല ഹെലികോപ്റ്റേഴ്സാക്കി മാറ്റുന്ന ഒരു ടെക്നോളജി രൂപപ്പെടുത്തുകയാണ് ബംഗളൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്വായത്ത് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രൂപീകരണം സാധ്യമാവുക? എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു അവരുടെ ഈ ഒരു ദൗത്യം? കൂടുതൽ കാര്യങ്ങളൊന്ന് വിശദമാക്കാം. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിവരമാണ് ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള സ്വായത്ത് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അവരുടെ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഒക്കെ കൈവശമുള്ള ചേതക്ക്, ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ അവ സത്യത്തിൽ ഇന്ന് യുദ്ധമേഖലയിലൊന്നും ഉപയോഗിക്കാൻ അവയെപ്പോലെ അത്തരം ഹെലികോപ്റ്ററുകൾക്കൊന്നും പറ്റില്ല. കാരണം ശത്രുക്കൾക്ക് ഈസി ആയിട്ട് അത് തകർക്കാൻ പറ്റുന്ന അത്തരം സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടോ സ്റ്റെൽത്ത് ക്വാളിറ്റീസോ അതുപോലെ ആർമർ, ഈ ഹെലികോപ്റ്ററിന് ആക്രമണ ഹെലികോപ്റ്ററുകൾക്കൊക്കെ പലതിനും യുദ്ധമേഖലയിലോട്ട് പോകണമെങ്കിൽ ഈ ആർമർ ഷീൽഡ് ഉണ്ടാവണം. അങ്ങനെയൊന്നും ഉള്ള ഇല്ലാത്ത സംവിധാനങ്ങളില്ലാത്ത ഹെലികോപ്റ്ററുകളാണ് ഇവ ഉപയോഗശൂന്യമായിട്ട് പോവുകയുമുള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പൊളിച്ച് മാറ്റുകയോ ചെയ്യപ്പെടും. പക്ഷേ ഇത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇവയെ ആളില്ല ആക്രമണ ഹെലികോപ്റ്ററുകളാക്കി മാറ്റിയെടുക്കാനുള്ള ടെക്നോളജി തങ്ങളുടെ കൈവശമുണ്ട് എന്ന് അത് വിജയകരമായിട്ട് ചില പ്രോട്ടോടൈപ്പുകൾ പരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് വാർത്ത. ഈ ടെക്നോളജി വികസിപ്പിച്ചെടുത്തത് ബാംഗ്ലൂർ അടിസ്ഥാനമായിട്ടുള്ള സ്വായത്ത് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ സ്വായത്ത് സിസ്റ്റംസ് ആണ് ഇങ്ങനെ ഒരു സംവിധാനം, ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത് വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് പ്രതിരോധ മേഖല ഇന്ന് കാണുന്നത്. അതായത് ഈ ഹെലികോപ്റ്ററുകളെ ആക്രമണം, കോമ്പാറ്റ്, സർവെയിലൻസ്, ലോജിസ്റ്റിക്സ് ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതായത് കോമ്പാറ്റ് എന്ന് പറയുന്ന ആക്രമണം, സർവെയിലൻസ് എന്ന് പറയുന്ന നിരീക്ഷണം, അതുപോലെ മറ്റ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധനങ്ങൾ കയറ്റിയിട്ട് ഇപ്പം മിലിറ്ററിയുടെ ആവശ്യത്തിനായിട്ട് ഒരു സ്ഥലത്തു നിന്നും സാധനങ്ങളുമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ ഉപയോഗത്തിലേക്ക് ഈ ഹെലികോപ്റ്ററുകളെ ഉപയോഗിക്കാം എന്നുള്ള ഒരു അറിവാണ്, അല്ലെങ്കിൽ ഒരു വിവരമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഇത് വളരെയധികം വളരെ ഒരു പുതിയ ഒരു ഇൻഫർമേഷൻ മാത്രവുമല്ല, ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഇതെങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നൊരു ചോദ്യം വരാം. അപ്പോൾ ഈ മുഖ്യമായിട്ടും ഹെലികോപ്റ്ററുകളുടെ മെക്കാനിക്കൽ ഫ്ലൈറ്റ് കൺട്രോളിനെ ഫ്ലൈ ബൈ വയർ ഡിജിറ്റൽ സിസ്റ്റംസ്, ഡിജിറ്റലി മാനേജ്ഡ് ഫ്ലൈ ബൈ വയർ സിസ്റ്റംസ് കൊണ്ട് റീപ്ലേസ് ചെയ്താണ് അവർ ചെയ്യുന്നത്. അതായത് മെക്കാനിക്കൽ അല്ല കൺട്രോൾ, ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിലേക്ക് കൺട്രോൾ മാറ്റും. അത് സോഫ്റ്റ്വെയറുകളുടെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ്. ഈ അടിസ്ഥാനപരമായിട്ട് ഹെലികോപ്റ്ററിൽ അത്രയധികം മാറ്റങ്ങളൊന്നും വരുത്തണ്ട എന്നുള്ളതാണ് ഇവരുടെ ഈ ടെക്നോളജിയുടെ ഒരു ഗുണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതിൻ്റെ ഫോർവേഡ് കോക്പിറ്റ് അവർ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് ഒരു UAV, അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിൻ്റെ ഒരു നോസ് എന്ന് പറയുന്ന ഭാഗമാക്കി അത് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ UAV ആക്കി ഈ ഫോർവേഡ് കോക്പിറ്റ് മാറ്റുന്നു. കമ്മ്യൂണിക്കേഷൻ ഹെലികോപ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിവരമാണ്, ഒരു ഘടകമാണ്. അത് ഈ നാവിഗേഷൻ, കമ്മ്യൂണിക്കേഷനും നാവിഗേഷനും ഗ്രൗണ്ട് ഡേറ്റ ലിങ്ക് സ്യൂട്ട് എന്ന ഈ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകളിൽ ഇരുന്നുകൊണ്ട് ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാനുള്ള ഒരു ലിങ്ക് സ്യൂട്ട് ടെക്നോളജി അവർ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ പൂർണ്ണമായിട്ടും ഈ ഹെലികോപ്റ്റർ അത്ര വലിയ ഭീമമായ ഒരു ചെലവൊന്നുമില്ലാതെ ഈ ഹെലികോപ്റ്ററിനെ ഒരു ആളില്ലാ ഹെലികോപ്റ്ററാക്കി മാറ്റിയെടുക്കുന്നു. ഇത് എങ്ങനെയാണ് ഇതിന് ആക്രമണത്തിന് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഹെലികോപ്റ്ററുകളിലൊക്കെ ഭാരം കുറഞ്ഞ റോക്കറ്റുകൾ, ഭാരം കുറഞ്ഞ മിസൈലുകൾ, അതുപോലെ ഗൈഡഡ് മ്യൂണിഷൻസ് എന്ന് പറയുന്ന ഈ ബോംബുകളുണ്ട്. അത് ഏതാണ്ട് ഒരു മിസൈൽ പോലെ പറന്നുപോയി ലക്ഷ്യസ്ഥാനത്ത് പോകുന്ന ബോംബുകൾ, അങ്ങനെ ഗൈഡഡ് മ്യൂണിഷൻസ്, ഇത് രണ്ടും ഇതിൽ ഘടിപ്പിക്കുക. അതിനുള്ള ഒരു കിറ്റും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇനി മറ്റൊരു കാര്യം ഞാനത് പറയാൻ വിട്ടുപോയത്, ടാർഗറ്റിങ്ങും ഇത് ഒരേ സമയം തന്നെ സർവെയിലൻസിനും ഉപയോഗിക്കാം.
അതായത് ഇതൊരു നിരീക്ഷണ ഹെലികോപ്റ്ററായിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാം. അത്തരം ഉപകരണങ്ങളും അവർ ഈ ഹെലികോപ്റ്ററിനായിട്ട് വികസിപ്പിച്ചെടുക്കുകയും ഹെലികോപ്റ്ററുകൾ വിജയകരമായി ഘടിപ്പിക്കുകയും ചെയ്യാം എന്നാണ് അവർ തെളിയിച്ചിരിക്കുന്നത്. ഇത് ഇനിയും നമ്മുടെ സൈന്യത്തിന്റെ ആയാലും വ്യോമസേനയുടെ ഒക്കെ ആയാലും ഫർദർ പരീക്ഷണങ്ങൾ ഇത് നടത്തേണ്ടതുണ്ട്. അവര് ഇത്തരം പ്രോട്ടോടൈപ്പുകളിൽ പരീക്ഷണം നടത്തി അത് വളരെ വിജയകരമായിരിക്കുന്നു എന്നാണ് സൂചനകൾ വരുന്നത്. ഇത് പിന്നെ മറ്റു പല ചോദ്യങ്ങളും ഇതിനോട് അനുബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ പഴഞ്ചൻ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ രൂപമാറ്റം വരുത്തുന്നതിന് പകരം ഇന്ത്യയുടെ ആധുനിക ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ HAL പുറത്തിറക്കിയിട്ടുണ്ടല്ലോ, ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ധ്രുവ് എന്നൊക്കെ പറയുന്ന ആ ധ്രുവ് ഹെലികോപ്റ്റർ എന്തുകൊണ്ട് ഒരാളില്ലാ ഹെലികോപ്റ്ററാക്കി മാറ്റിക്കൂടാ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. കാരണം പഴയ ഹെലികോപ്റ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ യന്ത്ര തകരാറുകൾ അതിനുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പല സംവിധാനങ്ങൾക്കും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ശരിക്കും ഇതിൻ്റെ മുഖ്യമായ ലക്ഷ്യം ഒന്ന് ഈ ഹൈലി കോണ്ടസ്റ്റഡ് എയർ സ്പേസ് ആണ് ഉള്ള ഒരു പ്രദേശത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതായത് ചൈന ആണെങ്കിലും പാകിസ്ഥാന്റെ കൈവശമാണെങ്കിലും എല്ലാ അത്യന്താധുനിക മിസൈലുകളും ഉണ്ട്. ഈ ആന്റി ഹെലികോപ്റ്റർ മിസൈൽ പല ഗ്രൗണ്ട് ടു എയർ മിസൈലുകളുണ്ട്. ഇവിടെ വിമാനങ്ങൾ പോലും വളരെ സൂക്ഷിച്ചാണ് പറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഒരു വൾണറബിൾ മെഷീനായിട്ടാണ് ഇന്ന് ഈ ഹൈലി കോണ്ടസ്റ്റഡ് എയർ സ്പേസുകളിലൊക്കെ നിലനിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പുതിയ സംവിധാനം വരുമ്പോൾ ഇവിടെ ഹെലികോപ്റ്ററുകൾ ഒരു ആക്രമണത്തിൽ, ഒരു മിസൈൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടാലും ആൾനാശം ഉണ്ടാവില്ല. അതായത് വിമാനത്തിൽ പൈലറ്റ് ഇല്ല. പലപ്പോഴും ഒരു ഹെലികോപ്റ്ററിൽ ഒന്നിലധികം പൈലറ്റുമാരുണ്ടാവും. ആയുധങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരാളും അതുപോലെ നാവിഗേഷന്റെ മറ്റൊരു 2 പൈലറ്റുമാരൊക്കെ പല ഹെലികോപ്റ്ററുകളിലും ഉണ്ടാകും. പക്ഷെ ഇതിൽ അങ്ങനെ ഒരാൾ പോലും ആവശ്യമില്ല. പിന്നെ എന്താണ്, ടാർഗറ്റുകളെ സ്വയം ട്രാക്ക് ചെയ്യുകയും ലൊക്കേറ്റ് ചെയ്യുകയും അതുപോലെ ഫയർ ചെയ്യുകയും ചെയ്യാനുള്ള സെൻസറുകളൊക്കെ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള ഹെലികോപ്റ്ററുകളായിരിക്കും. അത് കാരണം ഇതിൽ മനുഷ്യന്റെ ഇടപെടൽ വളരെ കുറച്ച് മാത്രം മതി. മനുഷ്യൻ ഈ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഹ്യൂമൻ കാഷ്വൽറ്റീസ് വളരെ വളരെ കുറയ്ക്കാം. അതൊരു വലിയ നേട്ടമാണ്. നമ്മുടെ ഒരു പൈലറ്റിന്റെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്. കാരണം ഒരു ഹെലികോപ്റ്റർ പൈലറ്റ് ആയാലും ഒരു വ്യോമസേനയുടെ പൈലറ്റ് ആയാലും ഒക്കെ അവരെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന വിമാനങ്ങൾ പറത്താനും യുദ്ധരംഗത്ത് അവരെ ഉപയോഗിക്കുക, അത് വലിയ കോസ്റ്റ്ലിയാണ്. ഒരു പൈലറ്റിന്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് നികത്തപ്പെടാനാവാത്ത നഷ്ടമാണ്. അപ്പം അത് പരമാവധി കുറയ്ക്കുക, ആ ഒരു ആശയത്തിലാണ് ഇത്തരം ആളില്ലാ ഹെലികോപ്റ്ററുകൾ വരും. ഒരു ഹെലികോപ്റ്ററിനെ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇത്തരം ആളില്ലാ ഹെലികോപ്റ്ററുകൾക്കും സാധ്യമാണ്. പിന്നെ ലോജിസ്റ്റിക്സും മറ്റൊരു ഘടകമാണ്. പലപ്പോഴും യുദ്ധമുന്നണിയിലേക്ക് ആയുധങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ കയറ്റി കൊണ്ടുപോവുക, ഇതൊക്കെ തന്നെ ഈ ആളില്ലാ ഹെലികോപ്റ്ററുകൾക്കും സാധിക്കും. ഉദാഹരണത്തിന് ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കുക, പ്രത്യേകിച്ച് ഉയർന്ന ഹിമാലയൻ മലകളിൽ പലപ്പോഴും നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും. അവിടെ സ്വാഭാവികമായിട്ടും ധൈര്യമായിട്ട് ഒരു ആളില്ലാ ഹെലികോപ്റ്റർ വഴി നമുക്ക് സാധനങ്ങൾ അവിടെ എത്തിക്കാം. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഡ്രോണുകൾ 100 കിലോയിലധികം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ഡ്രോണിൻ്റെ സ്ഥാനത്ത് 100 അല്ല, ഒരു 200, 300, 500 കിലോ വരെ ഒരുപക്ഷെ ഇത്തരം ഒരു ഹെലികോപ്റ്ററിൽ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്ത് എത്തിക്കാൻ പറ്റും. അത് ഭക്ഷണമാകാം, അതുപോലെ പടക്കോപ്പുകളാകാം, പുതിയ ആയുധങ്ങളാകാം. ഇനി മനുഷ്യരെ തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ പിന്നെ എത്തിക്കേണ്ട വന്നാലും ഇത് ഉപയോഗിക്കാം. ഇനി മറ്റൊരു പ്രത്യേകത, ഈ പ്രത്യേകിച്ച് നമ്മുടെ പോലെ വൈവിധ്യമാർന്ന കാലാവസ്ഥയുള്ളൊരു രാജ്യത്ത് പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു പൈലറ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയ ആൾക്കാരെ നമുക്ക് തിരികെ കൊണ്ടെത്തിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് രക്ഷപ്പെടാനുള്ള റബ്ബർ ബോട്ടുകളോ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കാനോ ഒക്കെ നമുക്ക് ഈ ഒരു ആളില്ലാ ഹെലികോപ്റ്ററുകൾ വഴി സാധിക്കും. എന്തായാലും ഇത് വലിയ നേട്ടമാണ്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നടത്തേണ്ടതുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആർമിയുടെയും അതായത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മിലിറ്ററിയുടെ പിന്നെ പല വിങ്ങുകളുടെയും പരീക്ഷണങ്ങൾക്കും ഒക്കെ ശേഷമായിരിക്കും ഇതിൻ്റെ പുരോഗതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ശരി, ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഇതൊരു വലിയ നേട്ടമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പുതിയ സംഭവ വികാസങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.